ഇത് മുസ്ലിം സമുദായത്തിനെതിരെ ഒരു നീക്കമായി വ്യാഖ്യാനിക്കുന്നത് മുസ്ലിം ലീഗിന്റെ അജണ്ടയാണ്. അതിന് ബി ജെ പി നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. ബി ജെ പിക്ക് അങ്ങനെ ഒരു അജണ്ടയില്ല. അത് മുസ്ലിം ലീഗിന്റെ അജണ്ടയാണ്. അവരുടെ സമുദായത്തിനുള്ളിൽ അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത് ആവശ്യമാണ്. ഇത്രയും വലിയൊരു വിഷയം ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി, മുസ്ലിം ലീഗിന്റെ മന്ത്രി അറിയാതെയാണോ ഇങ്ങനെ ഒരു അഫിഡവിറ്റ് വന്നത്? ഇങ്ങനെ അല്ലാതെ ഈ രാജ്യത്തൊരു നിയമം ഉണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമായി സർക്കാരിന് ഒരു അഫിഡവിറ്റും കൊടുക്കാൻ കഴിയില്ല. കുറെ കാലമൊക്കെ സമുദായാംഗങ്ങളെ പറ്റിക്കാൻ കഴിയും. പക്ഷേ ഒരു കാരണവശാലും അവർക്ക് ഈ നിയമം പാലിക്കാതെ വഖഫ് ബോർഡിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ആത്യന്തികമായി ഇതിന്റെ വിജയം ഞങ്ങൾ പറയുന്നിടത്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ്. അല്ല, അത് ഞാൻ നേരത്തെ മറുപടി പറഞ്ഞിരുന്നു. കേരളം ഈ രാജ്യത്തിന്റെ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാഗമാണെന്നുള്ളത് മുസ്ലിം ലീഗ് മറക്കരുത്. ഈ രാജ്യത്തിന്റെ ഭാഗമാണ്. ഈ രാജ്യത്തൊരു നിയമം ഉണ്ടെങ്കിൽ അതനുസരിക്കാൻ മുസ്ലിം ലീഗിനും ബാധ്യതയുണ്ട്. ഇതൊക്കെ പറയേണ്ടവർ പറയും. അതൊന്നും ഷോൺ ജോർജിനെ ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുള്ള വിഷയം ഈ വഖഫ് ബോർഡിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. അതൊക്കെ സംസ്ഥാന പ്രസിഡന്റുണ്ട്, സംസ്ഥാന കാര്യങ്ങളുണ്ട്. അതൊക്കെ പാർട്ടിയുടേതായ സിസ്റ്റം ഉണ്ട്. അതൊക്കെ നിങ്ങളെ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കേണ്ട സമയത്ത് പാർട്ടി അറിയിക്കും. ഷോണിന് ഇതുമായിട്ട് ഒരു ബന്ധമില്ല. അതൊക്കെ പറയേണ്ട കാര്യങ്ങൾ, അതൊക്കെ പറയേണ്ട ആളുണ്ട്. ഞാൻ മാത്രമല്ല ഇവിടെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള അത് പറയേണ്ട കാര്യങ്ങൾ സംസ്ഥാന പ്രസിഡന്റ്. അല്ല ഇത് അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തേരം ചോദിച്ചാലും ഇതിന് പാർട്ടിക്ക് ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിന് അകത്ത് നിന്നേ സംസാരിക്കും. എന്നോട് ഇന്ന് സംസാരിക്കാൻ പറഞ്ഞിട്ടുള്ള വിഷയം ഇതാണ്. അതിനപ്പുറത്തേക്ക് എന്റെ വായിൽ നിന്നൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. അതിന്റെ ആവശ്യമില്ല.